Hello students, welcome to Bensil JRF Rank Booster Series. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ പെരിസൈക്ലിക് റിയാക്ഷൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വിൽ സ്ട്രേറ്റ് അവേ ലുക്ക് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയറിൽ CCR NET കെമിക്കൽ സയൻസിൻ്റെ എക്സാമിൽ പാർട്ട് സിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ ചോദ്യം ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. യു ക്യാൻ പ്രോബ്ലി സീ ലൈക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓൾറെഡി ഹിയർ. സോ ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ചോദ്യം ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസീസ് അല്ലേ. പൊതുവെ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ്റെ ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് മേജർ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇവിടെയും മേജർ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇഫ് യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റിയാക്ഷൻ, നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ്, സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ എന്താണ്, അത് കഴിഞ്ഞ് നമ്മൾ റിയേജൻസിലേക്ക് ഫോക്കസ് ചെയ്യും. ലൈക്ക് ആൻഡ് ടുവേർഡ്സ് ചെയ്യാൻ നമ്മൾ എന്താണ് പ്രൊഡക്റ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ ശ്രമിക്കും. ആൻഡ് വിൽ ട്രൈ ടു ടേക്ക് സം ഹെൽപ്പ് ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ് ഓൾസോ അല്ലേ. അതാണ് നമ്മളൊരു പൊതുവെ തിങ്കിങ് റുട്ടീൻ. സോ നമ്മൾ ഈ മോളിക്യൂളിലേക്ക് നോക്കിയാൽ, നമ്മുടെ റിയാക്ടന്റിലേക്ക് നോക്കിയാൽ, റിയാക്ടന്റ് എന്താണ്? റിയാക്ടന്റ് ഈസ് നത്തിങ് ബട്ട് ഒരു ഇമീൻ ആണ് അല്ലേ. സ്പെസിഫിക്കലി സ്പീക്കിംഗ് ആ ഇമീൻ ഉണ്ടായിരിക്കുന്നത് ഒരു ബെൻസാൽഡിഹൈഡും ഹൈഡ്രോക്സൈൽ അമീനും കൂടി കണ്ടൻസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ഇമീനാണ്. ഈ ഒരു ഇമീന് ഒരു പ്രത്യേക ഒരു പേരുണ്ട്. യു നോർമലി കോൾ ദം ആസ് ഓക്സൈംസ് അല്ലേ. അപ്പോൾ ഒരു ഓക്സൈമാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ. ആൻഡ് 3 റിയേജൻസ് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഓർഡർ ഓഫ് അഡീഷനും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആഡ് ചെയ്യുന്നത് ക്ലോറിൻ അലോങ് വിത്ത് ട്രൈ ഈഥൈൽ അമീൻ. ഇപ്പോൾ ക്ലോറിൻ എന്ന് പറഞ്ഞാൽ യു ഓൾറെഡി നോ ഒരു Cl+ സോഴ്സ് ആണ്, ഒരു ക്ലോറിനേറ്റിംഗ് ഏജന്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ബേസും തന്നിട്ടുണ്ട്, അമീൻ ബേസ് അല്ലെ, ഒരു മൈൽഡ് ബേസ് ആണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റെപ്പ്, ആഫ്റ്റർ ദി അഡീഷൻ ഓഫ് ക്ലോറിൻ ആൻഡ് ബേസ്, യു ആർ ആഡിങ് cis2-butene. ബ്യൂട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു ഒലിഫീൻ ആണ്. ഒലിഫീൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദി തേർഡ് സ്റ്റെപ്പ്, ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ്. ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. സോ 3 റിയേജൻസ് തന്നിട്ടുണ്ട്. വാട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഡു വിത്ത് ഓക്സൈം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓൾറൈറ്റ്. ആൻഡ് ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഓപ്ഷൻസ് എല്ലാം സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. ഓൺലി ഡിഫറൻസ് ഈസ് മേജർ ആയിട്ട് നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ്? കൈറാൽ സിലിണ്ടറിന്റെ അബ്സല്യൂട്ട് കോൺഫിഗറേഷനിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ സ്ട്രക്ചറലി സ്പീക്കിംഗ് എല്ലാ മോളിക്യൂളിലും ഒരു ഹൈഡ്രോക്സി ഫംഗ്ഷനാലിറ്റി കാണാം, ഒരു NH2 ഫംഗ്ഷനാലിറ്റി കാണാം. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി റിലേറ്റീവ് പൊസിഷനിങ് ഓഫ് ദിസ് ഹൈഡ്രോക്സി ആൻഡ് NH2, യു ക്യാൻ സീ ദാറ്റ് ഈ ആൽക്കഹോൾ ഫംഗ്ഷനാലിറ്റിയുടെ ബീറ്റ പൊസിഷനിലാണ് നിങ്ങളുടെ അമിനോ ഗ്രൂപ്പ് ഇരിക്കുന്നത് അല്ലേ. സോ ദിസ് വിൽ ബി ആൽക്കഹോൾ ഫംഗ്ഷനാലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദി ആൽഫ കാർബൺ, ദിസ് വിൽ ബി ദ ബീറ്റ കാർബൺ അല്ലേ. അപ്പോൾ ത്രൂ ഔട്ട് ദി ഓപ്ഷൻസ് യു ക്യാൻ സീ ദി സെയിം പാറ്റേൺ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബീറ്റ അമിനോ ആൽക്കഹോൾ ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്. സോ ഐ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. യുവർ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ ഈസ് ആക്ച്വലി an oxime, and oxime is getting converted to a beta amino alcohol. So this is the whole transformation. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു 3 സ്റ്റെപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെരിസൈക്ലിക് ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് എന്താണെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു പ്രീറിക്വസൈറ്റ് നെസസറി ആണ്. സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ദാറ്റ് പർട്ടിക്കുലർ പെരിസൈക്ലിക് റിയാക്ഷൻ ആൻഡ് ഹൗ ക്യാൻ വി റിലേറ്റ് ദിസ് പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ to that particular template. All right. So as you can see, the specific transformation which is actually happening in this reaction, ഏതൊരു particular pericyclic reaction ആണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ you can understand that this is a 1,3 dipolar cycloaddition. 1,3 dipolar cycloaddition കെമിസ്ട്രി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. 1,3 dipolar cycloaddition നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ആക്ച്വൽ നെയിം ഇറ്റ് ഈസ് ബീങ് ഗിവൻ ആസ് ഹ്യൂസ്റ്റൺസ് 1,3 dipolar cycloaddition. കാരണം ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ടൈമിൽ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഓൾസോ ദിസ് മൈറ്റ് ബി ഓൾസോ നോൺ ആസ് 3+2 cycloaddition എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ആക്ച്വലി നടക്കുന്നത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ആക്ച്വലി ഒരു 1,3 dipolar cycloadditionൽ നിങ്ങൾക്ക് 2 സ്പീഷീസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. ഒരു ഡൈപോളും ഒരു ഡൈപോളർ ഓഫ് ഫൈലം. റൈറ്റ്. സോ ഡൈപോൾ വിൽ ബി നോർമലി എക്സിസ്റ്റിംഗ് ആസ് എ 1,3 ഡൈപോൾ. റൈറ്റ്. അപ്പോൾ ആ ഒരു 1,3 ഡൈപോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു ആക്ച്വലി സീ എ ചാർജ് സ്പീഷീസ്? ഇല്ല അല്ലെ. നിങ്ങൾ കാണുന്നത് തന്നെ ഓക്സൈം ആണ്. സോ ബേസിക്കലി യു ആർ സ്റ്റാർട്ടിംഗ് ഫ്രം എൻ ഓക്സൈം. അപ്പോൾ ഓക്സൈം ഒരു 1,3 ഡൈപോൾ ആകാനുള്ള സാധ്യത ഉണ്ടോ? ആക്ച്വലി യു ക്യാൻ സീ ദി പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റംസ്, നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അപ്പോൾ പോസിബിളി ഒരു ഡൈപോൾ ആകാനുള്ള സാധ്യത ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്ങനെയാണ് ആ ഡൈപോൾ ഉണ്ടാവുക? അതിനാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. You are adding Cl2 and triethylamine. So this is where your dipole will be getting created. As you can see, the first step here also is written as generation of 1,3 dipole. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഫസ്റ്റ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്. Once the dipole is made, പിന്നെ ഒരു ഡൈപോളർ ഓഫ് ഫൈലം മതി അല്ലെ. ഡൈപോളർ ഓഫ് ഫൈലം എന്ന് പറയുമ്പോൾ മറ്റൊരു പൈ സിസ്റ്റം മതി. മറ്റൊരു പൈ സിസ്റ്റത്തെ നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് നമ്മുടെ സെക്കൻഡ് റിയേജന്റ് എന്താണ്? cis2-butene. cis2-butene എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലസ്റ്റ് ഒളിഫീൻ ആണ്. യു ക്യാൻ സീ
pi bond there. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ടെംപ്ലേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഓൾറെഡി യു ഹാവ് മെയ്ഡ് ദ കറസ്പോണ്ടിങ് 1,3 ഡൈപോൾ ആൻഡ് നൗ സിസ്റ്റോബ്യൂട്ടീൻ കറസ്പോണ്ടിങ് ഡൈപോളർ ഓഫ് ഫൈലായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്താൽ യു ക്യാൻ ഹാവ് ദി കറസ്പോണ്ടിങ് സൈക്ലോഡീഷൻ ഹാപ്പനിങ് ഇൻ ദി സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 3+2 സൈക്ലോഡീഷൻ നടക്കും. ആൻഡ് തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്താണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യുന്നുണ്ട്, വിച്ച് വിൽ ആക്ച്വലി ഡു നത്തിങ് ബട്ട് റിഡക്ഷൻ. അപ്പോൾ ഇതാണ് റിയാക്ഷൻ്റെ ഒരു ടെംപ്ലേറ്റ്. നൗ വി വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് സ്റ്റെപ്പ്, അതായത് ജനറേഷൻ ഓഫ് 1,3 ഡൈപോൾ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ കറസ്പോണ്ടിങ് ഓക്സൈഡിന്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ജനറേഷൻ ഓഫ് 1,3 ഡൈപോളിന് വേണ്ട റിയേജൻസ് അറിയാം, ക്ലോറിൻ, ട്രൈതലമൈൻ. ഓൾറൈറ്റ്, അപ്പോൾ ജനറലി ഓക്സൈമിൽ നിന്ന് നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്ന 1,3 ഡൈപോൾ എന്ന് പറഞ്ഞാൽ നൈട്രൈലിന്റെ ഓക്സൈഡ് ആണ്, നൈട്രൈൽ ഓക്സൈഡ്. സോ ഇറ്റ് വിൽ ബി ആക്ച്വലി ഹാവിങ് എ ട്രിപ്പിൾ ബോണ്ട്. യു പ്രോബ്ലി ക്യാൻ തിങ്ക് അബൌട്ട് ദി സ്ട്രക്ചർ. അപ്പോൾ ഒരു നൈട്രൈലിന്റെ ഓക്സൈഡ് ഉണ്ടാക്കുന്ന ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ മെത്തേഡ്സ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അക്കാഡമിക്കലി റെലവെന്റ് ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വി വിൽ ബി ആക്ച്വലി സീയിങ് ബോത്ത് ഓഫ് ദി മെത്തേഡ് സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ജനറേഷൻ ഓഫ് ദിസ് 1,3 ഡൈപോൾ. ഓൾറൈറ്റ്, സോ ദ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ പ്രോട്ടോകോൾ ഈസ് നോർമലി കോൾഡ് ആസ് ഹ്യൂസ്റ്റൺ പ്രോട്ടോകോൾ. സോ ദ സെയിം ഹ്യൂസ്റ്റൺ, ആ ഹ്യൂസ്റ്റന്റെ അതേ പേരാണ് നിങ്ങളുടെ ഡൈപോളർ സൈക്ലോഡീഷൻ നോർമലി നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ, അല്ലെ ആ ഒരു പേര് വിളിക്കുന്നത് ഹ്യൂസ്റ്റൺസ് 1,3 ഡൈപോളർ സൈക്ലോഡീഷൻ. അതേ ഹ്യൂസ്റ്റന്റെ പേരിലുള്ള ഒരു പ്രോട്ടോകോളാണ്. ഹി ഓൺലി ഡെവലപ്പ് ദിസ് പ്രോട്ടോകോൾ. അപ്പോൾ ഈ ഹ്യൂസ്റ്റൺസ് പ്രോട്ടോകോളിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യു നോർമലി ടേക്ക് ദ കറസ്പോണ്ടിങ് ഓക്സൈം എടുക്കുകയാണ്. ഓക്സൈമിലേക്ക് നിങ്ങൾ എന്താണ് Cl2 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ Cl2 ആഡ് ചെയ്യുമ്പോൾ ആസ് വി ഓൾറെഡി നോ Cl2 എന്താ ഒരു Cl+ന്റെ സോഴ്സ് ആണ്. ആൻഡ് ഇതൊരു ഇലക്ട്രോൺ റിച്ച് സിസ്റ്റം ആണ് ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഹെറ്ററോ ആറ്റം. അപ്പോൾ ഈ ഹെറ്ററോ ആറ്റത്തിലെ ഓക്സിജന്റെ മേലെയുള്ള ലോൺ പെയർ അഡ്ജസന്റ് ആയിട്ടുള്ള പൈ സിസ്റ്റവുമായിട്ട് കോൺജുഗേറ്റഡ് ആണ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഈ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ പൈ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഈ ക്ലോറിനിലേക്ക് ഒരു കോൺജുഗേറ്റീവ് അഡീഷൻ നടത്തും. സോ നിങ്ങൾക്ക് ആരോ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ Cl- സിസ്റ്റത്തിൽ നിന്ന് വിട്ടുപോകും. സോ ഇവഞ്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചർ, ഈ ഒരു സ്റ്റെപ്പിലെ പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. there will be a double bond between nitrogen and oxygen which will give oxygen a positive formal charge അല്ലേ. ആൻഡ് പോയ Cl- എന്താണ് ഇതിന്റെ അടുത്ത് വന്ന ഒരു പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രോസ്റ്റാറ്റിക്കലി ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് മീൻ വൈൽ ആക്ച്വലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഇമീൻ കാർബൺ which was initially sp2 hybridized has now become an sp3 hybridized carbon and additional ആയിട്ട് ഉണ്ടാക്കിയ സിഗ്മ ബോണ്ട് ആരുമായിട്ടാണ് ഉണ്ടാക്കിയത്, വിത്ത് ക്ലോറിൻ. സോ ദിസ് വിൽ ബി ദ പ്രോഡക്റ്റ് ഇൻ ദി ഫസ്റ്റ് സ്റ്റെപ്പ്. യു എഫക്റ്റീവ്ലി ആഡഡ് ക്ലോറിൻ ഓൺ ടു ദി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നിങ്ങളുടെ ബേസിന്റെ റോള് വരുന്നത്. ബേസ് എന്താണ്, ട്രൈതലമൈൻ. അപ്പോൾ ട്രൈതലമൈൻ നോക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ വളരെ നല്ല അസിഡിക് ആയിട്ടുള്ള ഒരു പ്രോട്ടോൺ കാണാം, ഓക്സിജനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രോട്ടോൺ. സോ ട്രൈതലമൈൻ എന്ത് ചെയ്യും, അതിന്റെ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ടുവന്ന് ആ പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും, വിച്ച് വിൽ ഗീവ് യു ദ കറസ്പോണ്ടിങ് ന്യൂട്രൽ സിസ്റ്റം. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം കിട്ടും. അപ്പം ട്രൈതലമൈൻ സ്റ്റിൽ നിങ്ങളുടെ മീഡിയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു മോളിക്യൂളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ യു ക്യാൻ സീ ദി പ്രസൻസ് ഓഫ് അനദർ അസിഡിക് പ്രോട്ടോൺ. അതേതാണ്, ഐ വിൽ ബി ഹൈലൈറ്റിംഗ് ദിസ് പ്രോട്ടോൺ, ഈ യെല്ലോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടോൺ. എന്തുകൊണ്ടാണ് അത് ഹൈലി അസിഡിക് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. യു ക്യാൻ സീ ഇറ്റ് ഈസ് ബീങ് അറ്റാച്ച് ടു എ കാർബൺ. ആ കാർബണിൽ നിങ്ങൾക്ക് 2 ഗ്രൂപ്പ്സുകൾ കാണാം, N-double-bond-O ആൻഡ് ക്ലോറിൻ. ക്ലോറിൻ ഈസ് എ ഹൈ -I ഇഫക്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതിന്റെ കൂടെ N-double-bond-O which is the actual group which makes the hydrogen more acidic. എന്താണ്, C-double-bond-O പോലെ തന്നെയാണ് അല്ലേ. സോ ഇഫ് there is a negative charge of this proton is being abstracted, ആ നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത് ഈ ഒരു കാർബണിലായിരിക്കും. ആ നെഗറ്റീവ് ചാർജിനെ മീസോമറിക്കലി സ്റ്റെബിലൈസ് ചെയ്യാൻ നിങ്ങളുടെ N-double-bond-O സഹായിക്കും. സോ ഈ ഒരു ഹൈഡ്രജൻ ഹൈലി അസിഡിക് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബേസിക് മീഡിയത്തിൽ ആ ഹൈഡ്രജൻ അബ്സ്ട്രാക്റ്റഡ് ആവുകയും ഉണ്ടാകുന്ന നെഗറ്റീവ് ചാർജ് ഈ പൈ സിസ്റ്റത്തിലേക്ക് കോൺജുഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോളിക്യൂൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ ദാറ്റ് വിൽ ബി ദ പ്രോഡക്റ്റ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ ഡീപ്രോട്ടോണേഷൻ സ്റ്റെപ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന O- സ്റ്റെബിലൈസ് ചെയ്യാൻ യുവർ amine corresponding protonated form which will be having a positive charge on nitrogen present ആയിരിക്കും. സോ ദിസ് വിൽ ബി ആക്ച്വലി എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്കലി സ്റ്റെബിലൈസ്ഡ് ആയിട്ടായിരിക്കും നിൽക്കുക. പക്ഷേ ഈ ഒരു പോയിന്റിൽ റിയാക്ഷൻ നിൽക്കുന്നില്ല. കാരണം യു ക്യാൻ പ്രോബ്ലി സീ ദാറ്റ് ഇതിൽ ക്ലോറിൻ ഉണ്ടല്ലോ. ക്ലോറിൻ വി ഹാവ് ഓൾറെഡി അസോസിയേറ്റഡ്. ക്ലോറിൻ ഒരു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആണ് ആൻഡ് ഇറ്റ് ഈസ് ബിഗർ ഇൻ സൈസ്. അതുകൊണ്ട് തന്നെ ക്ലോറിൻ ഒരു നല്ല ലിവിംഗ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പെയർ ഓഫ് ഇലക്ട്രോൺസ് ക്ലോറിന്റെ കൂടെ പോവുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജിനെ അത്യാവശ്യം ഡിഫ്യൂസ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പോസിബിൾ എലിമിനേഷൻ ഇവിടെ നടക്കാം only if adjacent ആയിട്ടുള്ള ആറ്റത്തിന്റെ കയ്യിൽ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രം അല്ലെ. അങ്ങനെ ഒരു ആറ്റം ഇവിടെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ you can probably see nitrogen with a pair of electrons. നോൺ ബോണ്ട് ഇലക്ട്രോൺസ് നൈട്രജന്റെ കയ്യിലുണ്ട് അല്ലെ. ആ നൈട്രജനിൽ ഇരിക്കുന്ന നോൺ ബോണ്ട് ഇലക്ട്രോൺസ് ഈ ക്ലോറിന് ആന്റി പെരിപ്ലാനർ ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ വെരി റിക്വയർമെന്റ് ഫോർ ആൻ എലിമിനേഷൻ ടു ഹാപ്പൻ. നിങ്ങൾക്ക് ഉണ്ടാകുന്ന നോൺ ബോണ്ട് ഇലക്ട്രോൺസ് ഇറ്റ് കുഡ് ബി എക്സിസ്റ്റിംഗ് ഇൻ ദ ഫോം ഓഫ് എ നെഗറ്റീവ് ചാർജ് ഓർ സംടൈംസ് ഇൻ ദി ന്യൂട്രൽ ഫോം. അപ്പോൾ ഈ കേസിൽ എന്താണ്, ന്യൂട്രൽ ഫോമിലാണ് നൈട്രജന്റെ മേലെ ഇരിക്കുന്നത് കൊണ്ട്. പക്ഷേ ആ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് എന്താണ്, ക്ലോറിൻ എന്ന് പറയുന്ന ലിവിംഗ് ഗ്രൂപ്പിന്റെ ആന്റി പെരിപ്ലാനർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നാച്ചുറലി ദിസ് വിൽ ട്രിഗർ ആൻ എലിമിനേഷൻ.
So you can visualize it by pushing this pair of electrons and chlorine being expelled from the system. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്താണ്, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകും. ദിസ് ബോണ്ട് വിൽ ബി കംപ്ലീറ്റ്ലി ഡിസപ്പിയറിംഗ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് PHC ട്രിപ്പിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് O എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഓൾസോ നൈട്രജൻ ഈ ഒരു പൈ ബോണ്ട് ഉണ്ടാക്കാൻ, പുതിയതായിട്ട് ഉണ്ടാകുന്ന പൈ ബോണ്ട് ഉണ്ടാക്കാൻ 2 ഇലക്ട്രോൺസ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നൈട്രജന്റെ മേലെ ഒരു ഫോർമൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ നൈട്രൈൽ ഓക്സൈഡ് ഗെറ്റിംഗ് സിന്തസൈസ്ഡ് ഇൻ എ വെരി നൈസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ, Cl2 ട്രൈതൈൽ അമീനും യൂസ് ചെയ്തിട്ട്. ആൻഡ് ഇവിടെ നിന്ന് Cl- പോകുന്ന Cl- സ്റ്റെബിലൈസ് ചെയ്യാൻ ഓൾറെഡി നിങ്ങളുടെ ഡീപ്രോട്ടണേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള അമോണിയം ഡെറിവേറ്റീവ് ഉണ്ട് അല്ലെ, ട്രൈതൈൽ അമീന്റെ കറസ്പോണ്ടിങ് പ്രോട്ടണേറ്റഡ് ഒരു കാറ്റയോൺ ഉണ്ട്. ദാറ്റ് വിൽ ഗോ അലോങ് വിത്ത് ദി ക്ലോറൈഡ് ആസ് എ സ്റ്റേബിൾ complex. So this is the method one, which is Houston's protocol for the synthesis of nitrile oxide. ഈ എക്സാക്ട് കണ്ടീഷൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. The first step will actually give you nitrile oxide. ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു സെക്കൻഡ് മെത്തേഡും കൂടി നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. You probably would be already knowing that method. The second method is actually called as Mukiyama's protocol. അതും വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു സിന്തറ്റിക് ഓർഗാനിക് കെമിസ്റ്റ് ആണ്. ആൻഡ് അവിടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓക്സൈം ഒന്നുമല്ല, ഇറ്റ് ഈസ് എ നൈട്രോ ആൽക്കൈൻ. സോ വിൽ ജസ്റ്റ് സീ ദ മെക്കാനിസം ആൻഡ് ദ റിയേജന്റ് അസോസിയേറ്റഡ് വിത്ത് ദി Mukiyama protocol. Alright. So as I already told, in Mukiyama protocol you are actually having the starting molecule എന്താണ്, നൈട്രോ ആൽക്കൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഞാൻ ഒരു നൈട്രോ ആൽക്കൈൻ എടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദി നൈട്രോ ഫംഗ്ഷനാലിറ്റി. അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് ഒരു CH2 ഉണ്ട്, ഒരു മെത്തിലീൻ കാർബൺ ഉണ്ട്. ആ മെത്തിലീൻ കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ് ആഡ് ചെയ്യുക, വിച്ച് ഈസ് ഇൻ ദിസ് കേസ് ഫിനൈൽ ഐസോസൈനേറ്റ്. ഇപ്പോൾ ഫിനൈൽ ഐസോസൈനേറ്റ് ആണ് പൊതുവേ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിന്. അതല്ലാതെ മൾട്ടിപ്പിൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദിസ് പെർട്ടിക്കുലർ പ്രോട്ടോകോൾ വിൽ യൂസ് ഫിനൈൽ ഐസോസൈനേറ്റ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിൽ മൾട്ടിപ്പിൾ മെക്കാനിസംസ് ഉണ്ട്, സ്റ്റെപ്പ് വൈസ് മെക്കാനിസംസ് ഉണ്ട്, കൺസൾട്ടഡ് ആയിട്ടുള്ള മെക്കാനിസം ഉണ്ട്. അതിൽ ഒരു മെക്കാനിസം മാത്രമേ ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളൂ. ആക്ച്വലി എല്ലാ മെക്കാനിസത്തിന്റെയും റെസ്പെക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ എന്താണ് ഒരു റിയാക്ഷൻ മെക്കാനിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് അതല്ല. വി ജസ്റ്റ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദി ഹോൾ ട്രാൻസ്ഫോർമേഷൻ ഗിവിംഗ് എസ് ദി കറസ്പോണ്ടിങ് നൈട്രൈൽ ഓക്സൈഡ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ, ഫിനൈൽ ഐസോസൈനൈഡിന്റെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സെന്റർ ഓർ ഇലക്ട്രോഫിലിക് സെന്റർ ഈ ഒരു സെന്ററിലുള്ള കാർബൺ ആണ്. ആ കാർബണിലേക്ക് നിങ്ങളുടെ നൈട്രോ ഗ്രൂപ്പിന്റെ ഇലക്ട്രോൺ റിച്ച് സെന്റർ വിച്ച് ഈസ് O- വിൽ ബി അറ്റാക്കിംഗ്. ആ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ യു ക്യാൻ പ്രോബബ്ലി എന്താണ് ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദിസ് പൈ ബോണ്ട് വിൽ ബി ബ്രേക്കിംഗ് അല്ലെ. ആ പൈ ബോണ്ട് പോയിട്ട് ഈ ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് അബ്സ്ട്രാക്ട് ചെയ്യും. ദിസ് ഹൈഡ്രജൻ ഈസ് ഓൾറെഡി അസിഡിക്, യു ഓൾറെഡി നോ ദാറ്റ്. കാരണം എന്താ, ആ ഹൈഡ്രജൻ ഇരിക്കുന്നത് നൈട്രോ ഗ്രൂപ്പിന്റെ നൈട്രോ ഫംഗ്ഷനാലിറ്റി വെച്ച് നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആൽഫ കാർബണിലാണ് അല്ലെ, ആസിഡിക് പ്രോട്ടോൺ ആണ്. ആസിഡിക് പ്രോട്ടോണെ നൈട്രജൻ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നൈട്രജൻ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സിഗ്മ ബോണ്ട് എന്തായി ഇങ്ങോട്ടേക്ക് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ യു ക്യാൻ പ്രിറ്റി മച്ച് സ്റ്റെബിലൈസ് ദാറ്റ് ഓൺ ടു ദിസ് പൈ സിസ്റ്റം ആസ് an O- ചാർജ് അല്ലെ. അപ്പോൾ ഇത് ഒരു കൺസൾട്ടഡ് പ്രോസസ്സിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റും. ആൻഡ് പ്രോബ്ലി ഇറ്റ് കുഡ് ബി ഹാപ്പനിങ് ഇൻ ദാറ്റ് കൺസൾട്ടഡ് വേ ഓൾസോ. ഓൾറൈറ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സിംഗിൾ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നൈട്രജനിലുള്ള ലോൺ പെയർ ഇങ്ങോട്ട് പുഷ് ചെയ്യുക, ദിസ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഗോയിങ് ഹിയർ ആൻഡ് ഗെറ്റിംഗ് സ്റ്റെബിലൈസ്ഡ് ഓൺ ടു ദി ഓക്സിജൻ. ആൻഡ് ഈ ഓക്സിജനിലുള്ള നെഗറ്റീവ് ചാർജ് ഈ കാർബണിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതും ഈ പൈ ബോണ്ട് സൈമിൾട്ടേനിയസ്ലി ബ്രേക്ക് ചെയ്യുന്നതുമായിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആരോസ് യൂസ് ചെയ്തും കാണിക്കാം, അല്ലെങ്കിൽ 2 ആരോസിന്റെ എണ്ണം കുറച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു മെക്കാനിസം എഴുതാവുന്നതാണ്. സോ ഇൻ ദിസ് സ്റ്റെപ്പ് വാട്ട് വിൽ ഹാപ്പൻ, യു വിൽ ബി ഗെറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫിനൈൽ ഐസോസൈനേറ്റ് നിങ്ങളുടെ നൈട്രോ സിസ്റ്റത്തിലേക്ക് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. സോ അറ്റ് ദിസ് പോയിന്റ് വാട്ട് ഈസ് ദ നെക്സ്റ്റ് പോസിബിലിറ്റി? ഈ ഒരു സ്ട്രക്ചറിൽ ഇനി എന്ത് സംഭവിക്കാൻ പറ്റും? നെക്സ്റ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് റീഅറേഞ്ച്മെന്റ്. ഒരു നൈസ് സൈക്ലിക് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഈ ഒരു പോയിന്റിൽ മറ്റൊരു പെരിസൈക്ലിക് ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുന്നത്. യു ക്യാൻ തിങ്ക് അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഇസ് ദ ട്രാൻസ്ഫോർമേഷൻ ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിംഗ്. സോ ഹിയർ യു ക്യാൻ സീ ഈ ഒരു സിഗ്മ ബോണ്ട് ഈ ഒരു പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്താൽ ആ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ സിഗ്മ ബോണ്ടിലെ പെയർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഷിഫ്റ്റിംഗ് ഹിയർ ആൻഡ് NO ബോണ്ട് ക്ലീവ് ചെയ്യും. NO ബോണ്ട് ക്ലീവ് ചെയ്താൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓൺ എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ക്യാൻ റിയലൈസ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് 3 മോളിക്യൂൾസ് ജനറേറ്റഡ് ആകും. അതിൽ ഒരു മോളിക്യൂൾ എന്താണ്, ആസ് യു ക്യാൻ സീ നൈട്രൈൽ ഓക്സൈഡ്. അപ്പോൾ നൈട്രൈൽ ഓക്സൈഡിന്റെ കറസ്പോണ്ടിങ് ബോണ്ട് ആംഗിൾ വെച്ചിട്ടല്ല ഇവിടെ വരച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ജസ്റ്റ് ഡ്രോൺ ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് പ്രീവിയസ് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ദാറ്റ് വാസ് ദി ഒബ്ജക്റ്റീവ്. അപ്പോൾ ബാക്കി 2 മോളിക്യൂൾസ് ഏതൊക്കെയാണ്? യു ക്യാൻ സീ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫിനൈൽ ഗ്രൂപ്പിലേക്ക് ഒരു NH2 അറ്റാച്ച് ചെയ്തിട്ടുള്ള ദ വെരി ഫെമിലിയർ aniline system. Okay, അപ്പോൾ നൈട്രൈൽ ഓക്സൈഡ് along with aniline and carbon dioxide could be generated using Mukiyama protocol. അപ്പോൾ ജനറേഷൻ ഓഫ് ഡൈപോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വാട്ട് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്? സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ദി 1,3 ഡൈപോളർ സൈക്ലോഡീഷൻ. അപ്പോൾ 1,3 ഡൈപോളർ സൈക്ലോഡീഷനിലേക്ക് വന്നാൽ you know why the name is there 1,3 dipole, because we are using that as one of the reactant, right? ഇത് മറ്റൊരു രീതിയിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ഇതിന്റെ പേര് അല്ലേ, 3+2 സൈക്ലോഡീഷൻ. അതിന് കാരണം
നിങ്ങളുടെ 1,3 ഡൈപോൾ ഒരു 3 ആറ്റം കോമ്പോണന്റും നിങ്ങളുടെ ഡൈപോളർ ഓഫ് ഫൈൽ ഒരു 2 ആറ്റം കോമ്പോണന്റുമാണ്. ഓൾറൈറ്റ്, ഇലക്ട്രോണിക്കലി സ്പീക്കിംഗ് ദിസ് ഇസ് എ 4pi 2pi cyclodation ആണ്, 4pi plus 2pi cyclodation. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ തെർമൽ കണ്ടീഷനിൽ നടക്കണമെങ്കിൽ യു ഓൾറെഡി നോ ദി Woodward-Hoffmann rule. ഇറ്റ് ഈസ് 4pi supra plus 2pi supra. അതായത് നിങ്ങളുടെ 1,3 ഡൈപോളും ഡൈപോളർ ഓഫ് ഫൈലും സുപ്രാഫേഷ്യൽ കോമ്പോണന്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇതിന്റെ റെലവൻസ് സ്റ്റീരിയോ കെമിസ്ട്രിയിലാണ് വരിക. ഇഫ് എ മോളിക്യൂൾ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ആസ് എ സുപ്രാഫേഷ്യൽ കോമ്പോണന്റ്, റിയാക്ടന്റിൽ എന്തായിരുന്നോ സ്റ്റീരിയോ കെമിക്കൽ റിലേഷൻഷിപ്പ്, അതേ സ്റ്റീരിയോ കെമിക്കൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് മെയിൻറ്റെയിൻ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാം, dipole ഉണ്ട്, dipole and dipolar of file ഉണ്ട്. You can see this is the corresponding dipolar of file. All right, so your dipolar of file will be kind of reacting with your 1,3 dipole in a concerted way. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ആരോ പുഷിംഗ് വെച്ച് ഇങ്ങനെ കാണിക്കാവുന്നതേ ഉള്ളൂ, റൈറ്റ്? ആൻഡ് യു വിൽ ബി ഇവൻച്വലി ഗെറ്റിംഗ് ദി കറസ്പോണ്ടിങ് 5 member ring with 2 hetero atoms, നൈട്രജനും ഓക്സിജനും ഉള്ള hetero atom. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് കാണാം these 2 carbons which were initially sp2 hybridized, പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ sp3 hybridized ആയിരിക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നാച്ചുറലി അതെന്താണ് കൈറൽ സെന്റർ ആയിട്ട് മാറുന്നത് ഒബ്വിയസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ 2 മിഥൈൽ ഗ്രൂപ്പും അപ്പിലേക്ക് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, 2 മിഥൈൽ ഗ്രൂപ്പും ഡൗൺ സൈഡിലേക്ക് നിൽക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ദീസ് 2 products will be formed in 1:1 റേഷ്യോ അല്ലെങ്കിൽ 50-50 റേഷ്യോയിലായിരിക്കും ഉണ്ടാകുക. സോ ബേസിക്കലി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു റെസ്യൂമേ പിക്ചർ ആയിരിക്കും, രണ്ടും എനാൻഷോമേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 പേരും ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ വിൽ ബി ഒബ്വിയസ്ലി ഫേസിങ് ദ സെയിം സൈഡ്. കാരണം എന്താ, നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് മോളിക്യൂളിലും നിങ്ങളുടെ മീഥൈൽ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദേ ആർ കൈൻഡ് ഓഫ് ഇൻ ദി സെയിം സൈഡ് അല്ലെ, സിസ് ആണ് റിലേഷൻ. അപ്പോൾ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോഴും ഇതൊരു സുപ്രാഫേഷ്യൽ കോമ്പണന്റ് ആയതുകൊണ്ട് പ്രൊഡക്റ്റിലും അതിന്റെ റിലേഷൻ എന്തായിരിക്കും? സെയിം സൈഡ് റിലേഷൻ ആയിരിക്കും, വിച്ച് വിൽ ബി നത്തിങ് ബട്ട് സി അല്ലെ. അപ്പോൾ മിഥൈൽ സെയിം സൈഡിലാണ്, ഹിയർ ഓൾസോ മിഥൈൽ ഈസ് ഇൻ ദ സെയിം സൈഡ്. Now the second step is very simple. പക്ഷേ നമ്മുടെ റിയാക്ഷൻ അവിടെ തീരുന്നില്ല, മറ്റൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്, അതേതാണ്? റിഡക്ഷൻ സ്റ്റെപ്പ്. ഓൾറൈറ്റ്, ഇപ്പോൾ റിഡക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് നിങ്ങളുടെ 2 മോളിക്യൂൾ നിങ്ങൾക്ക് പ്രീവിയസ് സൈക്ലോഡീഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. മിഥൈൽ 2 ഫ്രണ്ടിലേക്ക് നിൽക്കുന്നതും അതിന്റെ കറസ്പോണ്ടിങ് എനാൻഷോമറും. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 റെഡ്യൂസ്ഡ് ആവും. ബട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്, നമ്മൾ ഒരു മോളിക്യൂൾ എടുത്ത് റിഡക്ഷൻ ചെയ്ത് നോക്കിയാൽ തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ ഒരു മോളിക്യൂളിലേക്ക് നോക്കുമ്പോൾ റെഡ്യൂസിംഗ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ, റെഡ്യൂസിംഗ് ഏജന്റ് ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് ആണ്. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു C double bond N അല്ലെ. C double bond N എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി an imine system. So this is an imine. So you can probably understand the reactivity of an imine. ഇമീനിന്റെ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ് അല്ലെങ്കിൽ ഇലക്ട്രോഫിലിക് ആണ് അല്ലെ. അപ്പോൾ നിങ്ങളുടെ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിലെ ഹൈഡ്രൈഡ് എവിടെയായിരിക്കും എന്ന് അറ്റാക്ക് ചെയ്യുക? ഇറ്റ് വിൽ ബി സർട്ടൻലി അറ്റാക്കിംഗ് ദിസ് പെർട്ടിക്കുലർ ഇലക്ട്രോഫിലിക് കാർബൺ. പക്ഷേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. ഒരു പൈ സിസ്റ്റത്തിന്റെ ടോപ്പ് സൈഡിൽ നിന്നോ ബോട്ടം സൈഡിൽ നിന്നോ നിങ്ങളുടെ ഹൈഡ്രേറ്റർ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഈ കാർബണിന്റെ അഡ്ജസന്റ് കാർബൺ വിച്ച് ഈസ് ദി ആൽഫ കാർബൺ, യു ക്യാൻ പ്രോബ്ലി സീ ദിസ് ഇസ് ദ ആൽഫ കാർബൺ. ആൽഫ കാർബൺ ഇവിടെ കൈറാൽ ആണ് അല്ലെ. സോ കൈറാൽ ആയതുകൊണ്ട് നിങ്ങളുടെ ഹൈഡ്രൈഡ് വരുന്നതിന് ഈ കൈറാൽ സെന്റർ തീരുമാനിക്കും ഏത് ഡയറക്ഷനിലാണ് വരേണ്ടത്. കാരണം എന്താ, മിഥൈൽ ഗ്രൂപ്പ് ഇവിടെ മേലേക്ക് നിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ദ ടോപ്പ് ഫേസ് അല്ലെ, മേലേക്കുള്ള ഫേസ് സ്റ്റെറിക്കലി ഹിൻജേർഡ് ആണ് അല്ലെ. ഹൈഡ്രൈഡിന്റെ അപ്രോച്ചിനെ മേലയിൽ നിന്ന് വന്നാൽ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും, ഹൈ എനർജി ട്രാൻസ്ഫർ സ്റ്റേറ്റ് തരും. അതുകൊണ്ട് ഹൈഡ്രേറ്റ് എവിടെ നിന്നായിരിക്കും വരിക? ഈ ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൽ താഴെ നിന്നായിരിക്കും വരിക. ഇറ്റ് വിൽ ബി ഡൂയിങ് എ ബാക്ക് സൈഡ് അറ്റാക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ യു ക്യാൻ പ്രോബ്ലി സീ ഹിയർ ഓൾസോ നിങ്ങളുടെ ഹൈഡ്രജൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡിൽ നിന്ന് വന്ന ആ ഒരു ഹൈഡ്രജൻ ഇറ്റ് വിൽ ബി ആക്ച്വലി ഗോയിങ് ടു ദി ബാക്ക് സൈഡ് അല്ലെ. ബാക്ക് സൈഡിലേക്ക് വന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റൊരു സബ്സ്റ്റൻറ്റ് ആയ ഫീനൈൽ സ്വാഭാവികമായിട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നത് കാണാം അല്ലെ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് റിഡക്ഷൻ ഹാപ്പനിങ്. ഇമീന്റെ റിഡക്ഷൻ നടന്നു. സോ നൈട്രജനിൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇറ്റ് വിൽ ബി ഇവൻച്വലി സ്റ്റെബിലൈസ്ഡ് ബൈ ദി ലിഥിയം പ്ലസ് വിച്ച് വാസ് ഓൾറെഡി പ്രസന്റ് ഇൻ ദി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ, പക്ഷേ ഈ ഒരു പോയിന്റിൽ ഈ ഒരു റിയാക്ഷൻ നിൽക്കില്ല. കാരണം ഈ ഒരു മോളിക്യൂളിലേക്ക് നോക്കിയാൽ യു ക്യാൻ സീ 1 bond NO bond. 2 ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ഹെറ്ററോ ആറ്റംസ് തമ്മിലുള്ള ബോണ്ടുകൾ വളരെ ലബൈലാണ്. നിങ്ങളുടെ ഓൾറെഡി ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്താൽ മതി. വൈ ഈസ് ഇറ്റ് ലബൈൽ എന്നുള്ളതിന് ഒരു ഉത്തരം നിങ്ങൾക്ക് ഇവിടെ റിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഫോർ ദി ടൈം ബീങ് വി ആർ നോട്ട് ഗോയിങ് ഇൻ ടു ദാറ്റ് ഡിസ്കഷൻ. We will take the fact that that particular bond is labile. Labile ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ന്യൂക്ലിയോഫൈൽ ഒക്കെ അടുത്തുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈസിലി ക്ലിക്ക്. അങ്ങനെ ന്യൂക്ലിയോഫൈൽ ഇവിടെ ഉണ്ട്. ഏതാണ് ന്യൂക്ലിയോഫൈൽ? ഹൈഡ്രേറ്റ് H- അല്ലെ. അപ്പോൾ H- ക്യാൻ കമാൻഡ് അറ്റാക്ക് ഐദർ ഓഫ് ദിസ് ആറ്റം ആൻഡ് ക്ലീവ് ദി ബോണ്ട്. ഏത് ആറ്റം ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? വളരെ എളുപ്പത്തിൽ ഒരു GOC അനാലിസിസ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നൈട്രജൻ ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉണ്ട് ആൻഡ് that will decrease the electronegativity of that nitrogen. അതുകൊണ്ട് തന്നെ ഈ സിഗ്മ ബോണ്ട് എങ്ങോട്ടേക്കായിരിക്കും പോളറൈസ് ചെയ്ത് നിൽക്കുക? മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ എടുത്തേക്ക് അല്ലെ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് യുവർ നൈട്രജൻ വിൽ ബിക്കം
the electrophilic center. അപ്പോൾ ഹൈഡ്രേറ്റ് അറ്റാക്ക് ചെയ്യുക നൈട്രജനിലേക്കായിരിക്കും. സോ യുവർ ഹൈഡ്രേറ്റ് വിൽ ബി അറ്റാക്കിംഗ് ദ നൈട്രജൻ ആൻഡ് ദിസ് ബോണ്ട് വിൽ ബി ക്ലീവ്ഡ് ഓൺ ടു ഓക്സിജൻ. അപ്പോൾ ഓക്സിജന്റെ മേലെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ദാറ്റ് വിൽ ബി സ്റ്റെബിലൈസ്ഡ് ബൈ ദി ലിഥിയം കാറ്റയോൺ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താകും? O-Li+, ആൻഡ് നൈട്രജനിൽ ഈ പറയുന്ന ഹൈഡ്രജൻ ആഡ് ചെയ്യണം. സോ ദിസ് ഈസ് യുവർ പ്രോഡക്റ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെക്കൻഡ് റിഡക്ഷൻ. അപ്പോൾ സെക്കൻഡ് റിഡക്ഷനിൽ ആക്ച്വലി സംഭവിക്കുന്നത് റിഡക്റ്റീവ് ക്ലീവേജ് ഓഫ് ദി NO ബോണ്ട് ആണ് അല്ലെ. സോ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ റിയാക്ഷൻ കഴിഞ്ഞു, വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ദർ ഇസ് നോ ഫർദർ റെഡ്യൂസിബിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ഇൻ ദിസ് മോളിക്യൂൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോളിക്യൂളിലേക്ക് വാട്ടർ അല്ലെങ്കിൽ H+ന്റെ സോഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ N- O- പ്രോട്ടോണേറ്റഡ് ആകും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ലാസ്റ്റ് സ്റ്റെപ്പ്. Everything will get protonated to give the corresponding amine functionality and hydroxy functionality അല്ലെ. അപ്പോൾ ഇതൊരു സൈക്ലിക് ടെംപ്ലേറ്റിൽ ആ റിയാക്ഷൻ നടത്തിയ രീതിയിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. യു ക്യാൻ പ്രോബ്ലി സീ ദി പ്രസൻസ് ഓഫ് 3 chiral center. അപ്പോൾ ഇതിനെ ഒന്ന് നേരെ വൃത്തിയാക്കിയിട്ട് ഇതിന്റെ chiral center പ്രോപ്പർ ആയിട്ട് ഒന്ന് അസൈൻ ചെയ്താൽ മതി. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ വാട്ട് എവർ കംഫർട്ടബിൾ വേ യു ആർ ആക്ച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ദി സ്റ്റീരിയോകെമിസ്ട്രി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ചിട്ട് അതേ ഇൻഫർമേഷൻ അങ്ങോട്ടേക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ പ്രിറ്റി മച്ച് ഡു റൊട്ടേഷൻസ് ആൻഡ് ട്രൈ ടു മേക്ക് ഇറ്റ് എന്താണ് ഒരു ലീനിയർ ഫോമിലാക്കാം. അപ്പോൾ ലീനിയർ ഫോമിൽ വരച്ച സ്ട്രക്ചർ ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫിനൈൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും മിഥൈൽ റൈറ്റ് ഹാൻഡ് സൈഡിലും വരച്ച് ഇങ്ങനെ ഒരു 4 ബോണ്ട് സ്കെലിട്ടൺ, 4 ബോണ്ട് 1 2 3 4, ദിസ് ഇസ് എ 4 ബോണ്ട് സ്കെലിട്ടൺ. ആ 4 ബോണ്ട് സ്കെലിട്ടൺ വെച്ചിട്ട് അമീനും OH-ഉം മിഥൈലും എല്ലാം മേലേക്ക് ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ റിഡക്ഷനിൽ നിന്ന് കിട്ടുക, സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് പെർട്ടിക്കുലർ മോളിക്യൂൾ. ഓൾറൈറ്റ്. അപ്പോൾ ഫിനൈൽ റൈറ്റ് സൈഡിലും മിഥൈൽ ലെഫ്റ്റ് സൈഡിലും ആക്കി വരയ്ക്കുകയാണെങ്കിൽ യു ആർ ബേസിക്കലി ഫ്ലിപ്പിംഗ് ദി മോളിക്യൂൾ ആൻഡ് ദിസ് വിൽ ബി ദി ആക്ച്വൽ ഫോം. ഏത് ഫോമിൽ വരച്ചാലും നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പുകളും മിഥൈൽ സബ്സ്റ്റൻറ്റും എല്ലാം എന്താണ് സിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. യു ക്യാൻ സീ ഇൻ ബോത്ത് സ്ട്രക്ചേഴ്സ് എല്ലാവരും ഒരേ സൈഡിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് വാസ് ദി പ്രോഡക്റ്റ് കമ്മിങ് ഫ്രം വൺ ഓഫ് ദി എനാൻഷ്യോമേഴ്സ്. ആ എനാൻഷ്യോമർ ഏതാണ്? സൈക്ലോഡീഷ്യൻ പ്രോഡക്റ്റിലെ ഒരു എനാൻഷ്യോമർ ആണ് അല്ലേ. നോ, മറ്റൊരു എനാൻഷ്യോമറും ഉണ്ട്, അവിടെയും ഇത് തന്നെയായിരിക്കും സംഭവിക്കുക. ലെറ്റ്സ് സീ വാട്ട് ആർ ദി പ്രോഡക്ട്സ് കമ്മിങ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ മോളിക്യൂൾ ആഫ്റ്റർ ദി റിഡക്ഷൻ സ്റ്റെപ്പ്. ഓക്കെ, സോ ദ സെക്കൻഡ് എനാൻഷ്യോമറിലേക്ക് നോക്കിയാൽ എന്താണ്? ഇവിടെയും നിങ്ങൾക്ക് യു ഹാവ് ദി സെയിം ഇമീൻ അല്ലെ. ഇമീന്റെ കാർബൺ ആണ് റെഡ്യൂസ്ഡ് ആകുക. എവിടെ നിന്നാണ് അറ്റാക്ക് സംഭവിക്കുക? ഹൈഡ്രേറ്റിന്റെ ആൽഫ കാർബണിൽ മിഥൈൽ ബാക്ക് സൈഡിലേക്കാണ് നിൽക്കുന്നത്. സോ ബാക്ക് സൈഡ് അറ്റാക്ക് ഹിൻഡേഡ് ആയിരിക്കും, ഹൈഡ്രേറ്റ് വരിക ഫ്രണ്ടിൽ നിന്നാണ്. സോ H ഹാസ് ടു ബി ഗിവൺ യോർ വെഡ്ജ് അല്ലെ. അപ്പോൾ ഫിനൈൽ നാച്ചുറലി ബാക്കിലേക്ക് പോകും. സോ ആഫ്റ്റർ ദിസ് പെർട്ടിക്കുലർ സ്റ്റെപ്പ് നിങ്ങളുടെ NO ബോണ്ട് ക്ലീവ് ആകും. സോ ഓക്സിജനിൽ എന്താണ്? O-Li ആകും. നൈട്രജൻ വിൽ ബി ഹാവിംഗ് ഹൈഡ്രജൻ ഹിയർ. സോ ദാറ്റ് ഈസ് ദി സ്ട്രക്ചർ വിച്ച് ഇസ് ഓൾറെഡി ഗിവൺ ഹിയർ. ഇതിലേക്ക് പ്രോട്ടോൺ ആഡ് ചെയ്താൽ അല്ലെ, ക്വെഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? അമീൻ ഫംഗ്ഷനാലിറ്റി, OH ഫംഗ്ഷനാലിറ്റി നിങ്ങൾക്ക് വിസിബിൾ ആകും. നൗ ജസ്റ്റ് മേക്കിംഗ് ഷുവർ ദാറ്റ് ഇതൊരു ക്ലീൻ ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ, വിച്ച് യു ക്യാൻ ഡു ഇൻ എനി ഓഫ് യുവർ കംഫർട്ടബിൾ വേസ്, യു വിൽ ബി ഗെറ്റിംഗ് ദീസ് 2 സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇൻ വൺ സ്ട്രക്ചർ ഫിനൈൽ ഈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്, മിഥൈൽ ഈസ് ഓൺ ദി റൈറ്റ് സൈഡ്. സെക്കൻഡ് സ്ട്രക്ചറിൽ മിഥൈൽ ലെഫ്റ്റ് സൈഡിലും ഫിനൈൽ റൈറ്റ് സൈഡിലും. സോ യു ബേസിക്കലി ഫ്ലിപ്പ് ദി സ്ട്രക്ചർ. ഇറ്റ് ഈസ് ദ സെയിം മോളിക്യൂൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളും സബ്സ്റ്റൻസും സിസ് ആണ് അല്ലെ. അപ്പോൾ രണ്ട് എനാൻഷ്യോമറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് വ്യത്യസ്തമാണെങ്കിലും അതെല്ലാം എന്താണ്? സിസ് ഡയസ്റ്റീരിയോമേഴ്സ് ആണ്. സോ യു ബേസിക്കലി ഹാവ് റീച്ച്ഡ് ദി ആക്ച്വൽ ആൻസർ ടു ദിസ് പ്രോബ്ലം. നൗ വിൽ ജസ്റ്റ് കമ്പയർ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ദി ഗിവൺ അനാലിസിസ് ടു ദി ഗിവൺ ഓപ്ഷൻ. ഓൾറൈറ്റ്. സോ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് എല്ലാ ഓപ്ഷനിലും ഫിനൈൽ ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണ് വരച്ചിരിക്കുന്നത് അല്ലേ. സോ വി ഷുഡ് ബി യൂസിങ് സിമിലർ സ്ട്രക്ചർ ടു കമ്പയർ ദി ആൻസർ. അപ്പോൾ നമ്മുടെ ഈ 4 സ്ട്രക്ചേഴ്സിൽ ഫിനൈൽ ഗ്രൂപ്പ് റൈറ്റ് സൈഡിൽ വരച്ചിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? യു ക്യാൻ പ്രോബ്ലി സീ ദിസ് വൺ ആൻഡ് ദിസ് വൺ അല്ലെ. ഈ 2 സ്ട്രക്ചേഴ്സുമാണ്. ഈ 2 സ്ട്രക്ചേഴ്സിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 സ്ട്രക്ചേഴ്സും എന്താണ്? എല്ലാ സബ്സ്റ്റിറ്റ്യൂവൻസും ഫംഗ്ഷണൽ ഗ്രൂപ്പ്സും മിഥൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റും സിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ 2 കേസിലും എന്താണ്? ഒരു കേസിൽ എല്ലാ സബ്സ്റ്റൻസും ബാക്കിലേക്കും, ഒരു കേസിൽ എല്ലാ സബ്സ്റ്റൻസും ഫ്രണ്ടിലേക്കും. ഐദർ വേ യു ആർ ഗെറ്റിംഗ് 2 എനാൻഷ്യോമേഴ്സ്. അതിൽ ഒരു എനാൻഷ്യോമറിന്റെ സ്ട്രക്ചർ മാത്രം ഓപ്ഷനിൽ ഉണ്ടെങ്കിലും യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അങ്ങനെ നമ്മൾ സ്ട്രക്ചർ ഒന്ന് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ എല്ലാം സിസ് ആയിട്ടുള്ള ഫിനൈൽ റൈറ്റ് സൈഡിൽ വരുന്ന ഫിനൈലിൽ നിന്ന് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ദിസ് പെർട്ടിക്കുലർ കാർബൺ ബീറ്റ പൊസിഷനിൽ അമീൻ ഫംഗ്ഷനാലിറ്റി ഉള്ള ഒരു ആൽക്കഹോൾ ഏതാണ്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബീറ്റ അമിനോ ആൽക്കഹോൾ ഈ സ്ട്രക്ചർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ പ്രോബ്ലി സീ ദാറ്റ് ഇറ്റ് ഈസ് ഓപ്ഷൻ 1. Right? Straight away option 1 ആണ്. You can see phenyl group on the right hand side and methyl on the left hand side and OH substituent straight on the left hand side അല്ലേ. നിങ്ങൾക്ക് കാണാം ഈ സ്ട്രക്ചേഴ്സ് സിമിലർ ആണ് അല്ലേ. So basically this will be the actual answer. So I'll be again boxing it out just to make sure that you're understanding the structure comparison in a proper manner. So this will be your actual answer, as you can pretty much verify your analysis. അപ്പോൾ ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. If you know the proper cycloadhesion
സോ ഇവിടെ ഈ റിയാക്ഷൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു നോ ദി പർട്ടിക്കുലർ റിയാക്ഷൻ. അതിൻ്റെ ഉപരി എന്താണ് നിങ്ങളുടെ ഡൈപോളിൻ്റെ ജനറേഷൻ്റെ മെത്തേഡ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ വി ഓൾറെഡി സീൻ 2 protocols. Try to make use of that and try to get a comprehensive understanding of this synthesis from oxime to beta amino alcohol. All right, thank you guys.